നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ അബ്ദുൽ നാസർ, ടാൻസ് അഡ്വൈസറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സർവീസസിൻ്റെ സ്ഥാപകനും ചീഫ് കൺസൾട്ടൻറ്റുമാണ്. ടാൻസിൻ്റെ സൈക്കോളജി ഇൻ എവരിഡേ ലൈഫ് എന്ന വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ വീഡിയോയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ വളരെ സന്തോഷകരമാണ്. പ്രതികരണങ്ങളോട് ടാൻസിന് വേണ്ടിയുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. മനഃശാസ്ത്രം എന്നാൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മാനസിക പ്രക്രിയകളെക്കുറിച്ചും ശാസ്ത്രീയമായി പഠനം നടത്തുന്ന വിജ്ഞാന ശാഖയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്ക് കാണാനും നമുക്ക് വിലയിരുത്താനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് വേർതിരിക്കാനും സാധിക്കുന്ന പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. കാറ്റഗറിയിലേക്ക് വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെരുമാറ്റം, മികച്ച പെരുമാറ്റം, മോശം പെരുമാറ്റം, ചീത്ത പെരുമാറ്റം, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, ക്ഷോഭത്തോടെയുള്ള പെരുമാറ്റം, സന്തോഷത്തോടെയുള്ള പെരുമാറ്റം, അങ്ങനെ. അതായത് ഒരു വീഡിയോ ക്യാമറയിൽ എന്ന പോലെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന ബാഹ്യ പ്രകടനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ പെരുമാറ്റം എന്നുള്ളത് കൊണ്ട് സാധാരണ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മനഃശാസ്ത്രത്തെ പെരുമാറ്റത്തിന് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരർത്ഥമാണല്ലോ. ഇത്തരത്തിൽ ബാഹ്യമായിട്ട് നമുക്ക് ഒരു വീഡിയോ ക്യാമറയിൽ എന്ന പോലെ ഒപ്പിയെടുക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന പെരുമാറ്റങ്ങൾക്കപ്പുറം നമ്മുടെ മനസ്സിൻ്റെ അന്തരംഗങ്ങളിൽ അഗാധതകളിൽ അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ, കണക്കുകൂട്ടലുകൾ, പ്ലാനുകൾ, ഇങ്ങനെ ഭാവനകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി മനഃശാസ്ത്രത്തിൻ്റെ പരിധിയിൽ മനഃശാസ്ത്ര ഗവേഷകന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ബാഹ്യമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും ആന്തരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും മനഃശാസ്ത്രത്തിൽ പെരുമാറ്റത്തിൻ്റെ നിർവചനത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. മനഃശാസ്ത്രം ഇത്തരത്തിൽ പെരുമാറ്റത്തെ മാത്രം കുറിച്ച് ഉള്ള അന്വേഷണമല്ല നടത്തുന്നത്. ഈ പെരുമാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ആധാരമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നിഗമനങ്ങൾ എത്തുന്നുണ്ട്, മനഃശാസ്ത്രപരമായ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്, തത്വങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും ഒരാളുടെ പെരുമാറ്റത്തോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തോട് നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വലിയ തോതിലൊന്നും ചിന്തിക്കാറില്ല. പൊതുവെ ജനങ്ങളങ്ങനെ ചിന്തിക്കാൻ മെനക്കെടാറില്ല. എന്നാൽ മനഃശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് കുറച്ചുകൂടി അനുഭാവപൂർവമുള്ള ഒരു ചിന്ത ഈ മേഖലയിൽ ഉണ്ടാകുന്നത് നന്നാവും. ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചുണർത്തി ശാസിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതിന് പകരം എന്തായിരുന്നു ആ ഉറങ്ങാനുള്ള സാഹചര്യം എന്നുള്ളത് അനുഭാവപൂർവ്വം ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നത് ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. അതേപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ അതിന് അടിസ്ഥാനപരമായുള്ള കാരണങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് അതിന് ഒരു ഭാവിയിൽ നല്ല രീതിയിലുള്ള ബന്ധം, ആശയവിനിമയമൊക്കെ മറ്റുള്ളവരുമായി നടത്തുന്നതിനും കൂടുതൽ നല്ലൊരു മികച്ച ഞാനായി മാറുന്നതിനും അല്ലെങ്കിൽ നമ്മളായി മാറുന്നതൊക്കെ സഹായിക്കും. പെരുമാറ്റത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ, നിരവധിയായ മനുഷ്യ പെരുമാറ്റങ്ങളെക്കുറിച്ച് അനവധിയായ പഠനങ്ങൾ മനഃശാസ്ത്രം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുവഴി നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ വിജയത്തിൽ എന്നും നിങ്ങളോടൊപ്പം എന്നുള്ളതാണ് ടാൻസിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ടാൻസ് ശ്രദ്ധാലുക്കളാണ്. ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും സംശയങ്ങളും ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ മനുഷ്യർക്ക് പൊതുവെ താല്പര്യമുള്ള ഒരു വിഷയമാണ് സാധാരണവും അസാധാരണവുമായ പെരുമാറ്റങ്ങൾ. നോർമലായിട്ടുള്ള ബിഹേവിയർ, അബ്നോർമലായിട്ടുള്ള ബിഹേവിയർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന പെരുമാറ്റങ്ങൾ. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു.